SFI പ്രവർത്തകർ സർവകലാശാലയുടെ പ്രധാന കവാടത്തിൽ ഡോക്ടർ മോഹൻ കുന്നുമേലിന്റെ ചിത്രം ബന്ധമുണ്ടോ എന്ന് സ്ഥാപിച്ചുകൊണ്ടുള്ള ചിത്രം ഫ്ലക്സ് സ്ഥാപിച്ചിരിക്കുകയാണ്. അതിന് സമീപത്ത് ജീവനക്കാർ കൂടി നിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ കഴിഞ്ഞ ദിവസത്തേതിന് സമാനമായ തരത്തിൽ രജിസ്ട്രാർ നീക്കിയ നടപടിയിൽ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് കൂടുതൽ ജീവനക്കാർ പ്രതിഷേധവുമായി തെരുവിലേക്ക് ഇറങ്ങാനാണ് സാധ്യത. അതായത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഉണ്ടായതിന് സമാനമായ തരത്തിലുള്ള പ്രതിഷേധം ഡോക്ടർ സിസ തോമസിനെതിരെ ഇന്നും ഉണ്ടാകാനിടയുണ്ടായെന്നുള്ള കൃത്യമായ സൂചനകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് സുരക്ഷ കൂട്ടുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ പ്രതിഷേധങ്ങൾക്ക് നടുവിലൂടെ സിസ തോമസ് ഇവിടെ എത്തി ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്താൻ തയ്യാറാകുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്. ഏതാണ്ട് അല്പസമയത്തിനകം കോടതി ഈ കേസ് പരിഗണനയ്ക്ക് എടുക്കുമ്പോൾ സിൻഡിക്കേറ്റിന്റെ തീരുമാനം അനുകൂലിച്ചുകൊണ്ടൊരു നിലപാട് കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന വിലയിരുത്തലിലാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും SFI ഉൾപ്പെടെയുള്ള യുവജന സംഘടനകളും ജീവനക്കാരുടെ സംഘടനകളും ഒക്കെ ഉള്ളത്. മറിച്ചൊരു തീരുമാനമുണ്ടായാൽ അത് വലിയ തരത്തിലുള്ള പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കും, നിയമ പോരാട്ടങ്ങളിലേക്ക് തന്നെ നയിക്കും. അതിനിടയിൽ ഗവർണർ തന്നെ ഈ വിഷയത്തിൽ അടിയന്തരമായ റിപ്പോർട്ട് വൈസ് ചാൻസലറോട് തേടിയിരിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അങ്ങനെ ഗവർണർ തേടിയിരിക്കുന്ന റിപ്പോർട്ടിന് വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസ് നൽകുന്ന മറുപടി ഈ വിഷയത്തിൽ ശ്രദ്ധേയമായി മാറും. അതായത് തന്റെ അസാന്നിധ്യത്തിൽ ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിന്റെ തീരുമാനത്തിന് നിയമസാധുതയില്ല എന്ന ഏറ്റവും സുപ്രധാനമായ കാര്യമായിരിക്കും അവർ ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുക എന്നാണ് വിവരം.